പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കരുത്തായിരുന്നു റഫാൽ വിമാനങ്ങൾ. അത്യാധുനിക യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാൻസിലെ ഡസോൾട്ട് കമ്പനിയാണ് റഫാൽ വികസിപ്പിച്ചത്. 80കളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് 2000 എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഡസോൾട്ടാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ കരുത്തായത് മിറാഷ് ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ റഫാൽ വിമാനങ്ങളെക്കുറിച്ച് നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. റഫാൽ വിമാനങ്ങളെ പാകിസ്ഥാൻ തകർത്തുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു. ഇതിനു പിന്നിൽ ചൈനയാണെന്ന വെളിപ്പെടുത്തലാണ് വരുന്നത്. റഫാൽ വിമാനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ചൈന എംബസികളെ ഉപയോഗിച്ചതായി ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഫ്രാൻസിൻ്റെ പ്രധാന യുദ്ധവിമാനത്തിൻ്റെ വിൽപ്പനയും പ്രശസ്തിയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായതത്രേ. ചൈനയുടെ വിദേശ എംബസികളിലെ ഡിഫൻസ് അറ്റാഷമാരാണ് റഫാൽ വിൽപ്പനയെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഫ്രഞ്ച് നിർമ്മിത യുദ്ധവിമാനമായ റഫാൽ ഇതിനകം ഓർഡർ ചെയ്ത രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയെ കൂടുതൽ വാങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും പകരം ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാനും അവർ ശ്രമിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചൈന എംബസികളെ ഉപയോഗിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ട്. സംഘർഷത്തിനിടെ 3 റഫാലുകൾ ഉൾപ്പെടെ 5 ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. 3 ഇന്ത്യൻ വിമാനങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഫ്രഞ്ച് വ്യോമസേനാ മേധാവി ജനറൽ ജെറോം ബെല്ലാഞ്ചൽ പറഞ്ഞത്. ഒരു റഫാൽ, ഒരു റഷ്യൻ നിർമ്മിത സുഖോയ്, ഒരു മിറാഷ് 2000 വിമാനങ്ങളാണ് സംഘർഷത്തിൽ ഇന്ത്യക്ക് നഷ്ടമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കൂടുതൽ റഫാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പാകിസ്ഥാൻ ഉപയോഗിച്ചുള്ള ചൈനീസ് പ്രചാരണം ഈ യുദ്ധവിമാനം വാങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇവയുടെ പ്രകടനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതായി ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നു. കൃത്രിമ ചിത്രങ്ങൾ, AI ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങൾ, കമ്പ്യൂട്ടർ ഗെയിമുകളിലെ ചിത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് ചൈന ഉപയോഗിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പുതുതായി സൃഷ്ടിച്ച 1000-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചൈനീസ് സാങ്കേതികവിദ്യയുടെ മികവിനെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിച്ചതായും ഫ്രഞ്ച് ഗവേഷകർ പറയുന്നു. റഫാലുകൾ ഓർഡർ ചെയ്ത രാജ്യങ്ങളെയും ഇനി വാങ്ങാൻ സാധ്യതയുള്ള മറ്റ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഡിഫൻസ് അറ്റാഷേമാർ പ്രവർത്തിച്ചതെന്ന് രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നു. ഇത്തരത്തിൽ ചൈന സമീപിച്ച രാജ്യങ്ങളിൽ നിന്നാണ് കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും ലഭിച്ചതെന്നും ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 80കളിൽ വികസനം ആരംഭിച്ച റഫാൽ 2001 ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറിയത്. നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവികസേനകൾ, ഈജിപ്തിൻ്റെ വായുസേന, ഖത്തറിൻ്റെ വായുസേന എന്നിവയാണ് റഫാൽ ഉപയോഗിക്കുന്നത്. 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 299 വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 പൈലറ്റുമാരുള്ളതും 1 പൈലറ്റുള്ളതുമായ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൈവശമുള്ളത്. വിമാനത്തിൻ്റെ നീളം 15.30 മീറ്ററാണ്. റഫാലിൻ്റെ വേഗം മണിക്കൂറിൽ 1912 കിലോമീറ്ററാണ്. ഒറ്റപ്പറക്കലിൽ 3700 കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണ് റഫാൽ. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫേസ് ശേഷിയുള്ളവയാണ് ഈ റഫാൽ. മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാവും. ആസ്ട്ര, സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിൻ്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ റഫാൽ ജെറ്റിന്. രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും റഫാലിനുണ്ട്.